ഇപ്പോൾ ആ അപകടം നടന്ന സമയത്തെ ദൃശ്യങ്ങളാണ് കാണുന്നത്. എങ്ങനെയാണ് അവിടെ അപകടം സംഭവിച്ചതെന്ന് സംബന്ധിച്ച ദൃശ്യങ്ങളാണ് കാണുന്നത്. വലിയൊരു പെരുമഴ പെയ്ത്തിൽ വെള്ളമൊലിച്ച് ആ മണ്ണാകെ ആ റോഡിലേക്ക് വന്ന് പതിക്കുന്ന ദൃശ്യങ്ങൾ. ഏറ്റവും പുതിയ വാർത്ത ഇപ്പോൾ വരുന്നു. 5 പേരെ രക്ഷപ്പെടുത്തിയിരിക്കുന്നു. 5 പേരുടെ പരിക്ക് ഗുരുതരമല്ല. പക്ഷേ 30 പേർ ആശങ്കാജനകമായ വാർത്ത ഞങ്ങൾ പ്രേക്ഷകരെ അറിയിക്കുകയാണ്. 30 പേർ മണ്ണിനടിയിൽ കിടക്കുന്നു എന്നുള്ള വാർത്ത ഇപ്പോൾ വരുന്നു. തടുക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. പെരുമഴയത്ത് മണ്ണിടിച്ചിലുണ്ടായതിന്റെ ദൃശ്യങ്ങൾ, റെക്കോർഡഡ് ദൃശ്യങ്ങളാണ്. ഈ രീതിയിലാണ് ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന സ്ഥലത്ത് മീനാക്ഷി പാലത്തിന് സമീപത്തേക്ക് ഈ മണ്ണ് ഇങ്ങനെ വന്ന് പതിച്ചത്. മരങ്ങളടക്കം കടപുഴകിയിട്ടുണ്ട്. അവിടെ തൊഴിലാളികൾ ഉണ്ടായിരുന്നു. 3 തൊഴിലാളികളെ ഇപ്പോൾ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു എന്നതാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. കൂടുതൽ തൊഴിലാളികൾ അവിടെ കുടുങ്ങിക്കിടപ്പുണ്ട്. NDRF ടീം സ്ഥലത്തേക്ക് പോവുകയാണ്. ഇപ്പോൾ ഫയർഫോഴ്സ് സംഘം എത്തി പ്രാഥമികമായ രക്ഷാപ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. മീനാക്ഷി പാലം തകർന്നു എന്നതാണ്, കൂടുതൽ പ്രദേശങ്ങൾ ഇടിഞ്ഞു താഴുമെന്നതാണ് ആശങ്കയുണ്ടാക്കുന്ന കാര്യം. ഈ ദൃശ്യങ്ങളാണ് ഏറ്റവും ഒടുവിൽ നമ്മൾ കാണുന്നത്. എങ്ങനെയാണ് ആ പ്രദേശത്ത് ഈ മണ്ണിടിച്ചിൽ ഉണ്ടാക്കിയ ആഘാതമെന്ന് വ്യക്തമാക്കുന്നതാണ്. ഇപ്പോൾ ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ് പുറത്തു വന്നുകൊണ്ടേയിരിക്കുന്നത്. വളരെ വേഗമാണ് തുരങ്കപാതയ്ക്കായി മാറ്റിവെച്ചിരുന്ന, കുന്നുകൂട്ടിയിട്ടിരുന്ന മണ്ണ് ഈ മലവെള്ളപ്പാച്ചിലിൽ ഒഴുകി ഇപ്പോൾ റോഡിലേക്ക് പതിച്ചത്. പാലം തകർന്നു. അവിടെയുള്ള വാഹനങ്ങളുടെ മുകളിലേക്ക് കൂടി ഈ മണ്ണെത്തി. നമ്മളൊരു വെള്ള വാഹനം കാണുന്നുണ്ട്. ആ വെള്ള ബസ് ആ പ്രദേശത്തെ തൊഴിലാളികളെ കൊണ്ടുവന്ന ബസ് എന്നാണ് മനസ്സിലാക്കുന്നത്. ആ ബസ്സിന് മുകളിലേക്ക് അടക്കം ഇപ്പോൾ മണ്ണ് വന്ന് മൂടിയിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. ആ ബസ്സിൽ ഡ്രൈവർ ഉണ്ടായിരുന്നു എന്ന സംശയമുണ്ട്.